നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ നിങ്ങൾ മക്കൾക്ക് അത് തടയാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കോടതി ഉറപ്പായിട്ടും ഇതിന് സ്റ്റേ അനുവദിക്കും. അത് മതി സർ. എത്രയും പെട്ടെന്ന് സർ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചു തരണം. അത് ഞാൻ ഏറ്റു. മുത്തശ്ശന്റെ പൊന്നുമോളല്ലേ. കമലയ്ക്ക് വേണ്ടേ? ഞാൻ താഴേന്ന് കുടിച്ചായിരുന്നു. മോളെ, ഇനി സമയം കിട്ടുമ്പോ നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക. അവിടുത്തെ അമ്പലത്തില് മോക്ക് വേണ്ടി ചില പൂജകളൊക്കെ നടത്താനുണ്ട്. ഈ പ്രായത്തിൽ എന്ത് പൂജയമ്മേ? അവള് കുറച്ചുകൂടി വളരട്ടെ. അത് നിനക്ക് മോളെ കിട്ടും മുമ്പ് ഞങ്ങള് നേർന്നതാ. നിനക്കൊരു കുഞ്ഞിനെ തന്നാൽ പൂജകൾ നടത്തിക്കൊള്ളാന്ന്. അതുകൊണ്ട് അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാൻ സമയം പോലെ വരാം. അച്ഛൻ പറഞ്ഞാ മതി. ഇവിടെ വരുമ്പോ നീയും കൂടെ മോളെ കൊണ്ടുപോവാ. അവക്കും കൂടെ ചേർത്ത് നമുക്ക് പൂജയൊക്കെ നടത്താലോ, അല്ലേ? ഉറപ്പായിട്ടും വരും. അയ്യേ, മോള് പണി തന്നല്ലോ. എന്താച്ചാ അവള് മൂത്രമൊഴിച്ചോ? അയ്യോ, അച്ഛനിങ്ങത്താ. മുത്തശ്ശന് പണി കൊടുത്തോടി നീ. നിന്നെ കാണാൻ വന്നതല്ലേ മുത്തശ്ശൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഞാനിപ്പോ വരാവേ. എന്താ മാഷെ? ഏയ്, അവളുടെ സന്തോഷം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞതാ. എത്ര വിഷമിച്ചതാ എന്റെ മോള്. ചേച്ചി വിഷമിച്ചതിനൊക്കെ പരിഹാരമായി ഇപ്പൊ ഇരട്ടി സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ചേച്ചിയും മോളെയും കണ്ട പ്രസവിച്ച ഞാനും എന്റെ മോളും തമ്മിൽ പോലും ഇത്രയും സ്നേഹമില്ലെന്ന് തോന്നും. സച്ചേട്ടനും അങ്ങനെ തന്നെയാ. കുഞ്ഞെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. അത് പിന്നെ അവര് രണ്ടുപേരും അത്ര ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതല്ലേ. ഗർഭിണിയായിരിക്കുമ്പോ നമുക്ക് ഏകദേശം അറിയാലോ കുഞ്ഞിനെ എപ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടുമെന്ന്. ഇത് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് കിട്ടിയതല്ലേ. അപ്പോ സ്നേഹം കൂടിയേ ഉള്ളൂ. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കണമെന്നൊന്നുമില്ല അമ്മയാവാൻ വേണ്ടി. അച്ഛ ചേച്ചിയെ പോലെ ഒരമ്മയെ കിട്ടിയത് ആ കുഞ്ഞിന്റെ ഭാഗ്യം തന്നെയാ. ആ ഭാഗ്യത്തെയാ ഞാൻ എന്റെ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. ആര് പറഞ്ഞിട്ടായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം എന്റെ ചേച്ചി. നീ ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അവളതൊന്നും മനസ്സിൽ പോലും വച്ചിട്ടുണ്ടാവില്ല. ഇനി ഒരു സന്ദർഭത്തിലും നീ അവളെ വേദനിപ്പിക്കാതിരുന്നാ മതി. മോളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതാ ഞങ്ങളുടെ സന്തോഷവും ധൈര്യവും. എന്ത് വന്നാലും നീ അവളോടൊപ്പം നിൽക്കാവുള്ളൂ, കേട്ടല്ലോ? ഈശ്വര, ഇനി എന്റെ മക്കൾക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യല്ലേ. ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി വരാതിരിക്കുവോ? അങ്ങനെ വാക്ക് പറഞ്ഞ അത് മാറ്റുന്ന ആളല്ല അഡ്വക്കേറ്റ് വെങ്കടേഷ്. വരുമെന്ന് പറഞ്ഞ വന്നിരിക്കും.
സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും വിട്ടുകളയാൻ പാടില്ലല്ലോ. സാക്ഷിമൊഴികളിൽ എവിടെയെങ്കിലും ഒരു വാക്കിലുള്ള വ്യത്യാസം പോലും സൂക്ഷ്മമായി പഠിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ കേസ് തോൽക്കാൻ അത് മാത്രം മതിയാവും. സാറിന്റെ തിരക്കുകൾ എനിക്കറിയാവുന്നതാണല്ലോ. ഒരു ഡിഫൻസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കക്ഷികളാണ് ഏറ്റവും വലുത്. ഇന്നുവരെ എന്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കക്ഷികളെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് പിന്നെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? സാറ് വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. സ്നേഹ അല്ലേ? അതെ സർ. അവന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ സർ? സ്റ്റേ കിട്ടില്ലേ? തൽക്കാലത്തേക്ക് നമുക്കൊരു സ്റ്റേ വാങ്ങാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് അച്ഛന്റെ സുഹൃത്തുക്കൾക്കോ അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. മക്കളിൽ ഒരാൾക്ക് പോലും അതിലൊരവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. അത് അച്ഛന്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. സാർ പറഞ്ഞു വരുന്നത്? വെരി സിമ്പിൾ. വളരെ ഈസിയായി സ്റ്റേ അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു വഴിയില്ലേ സർ? കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പക്ഷേ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലായിരുന്നു. അമ്മയുടെ മരണശേഷമാ സ്വത്തുക്കളെല്ലാം അച്ഛന്റെ പേരിലോട്ട് മാറ്റിയത്. ആ, ഇതാണ് പോയിന്റ്. അച്ഛന്റെ സ്വത്തിന്റെ മേലുള്ള അവകാശം പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്മേലുള്ള അവകാശം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചുപോയാൽ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ അവകാശം ഉണ്ടാവും. മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ നിങ്ങൾ മക്കൾക്ക് അത് തടയാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കോടതി ഉറപ്പായിട്ടും ഇതിന് സ്റ്റേ അനുവദിക്കും. അത് മതി സാർ. എത്രയും പെട്ടെന്ന് സാർ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇന്ന് തന്നെ നമുക്ക് കോടതിയിൽ മൂവ് ചെയ്യാം. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഏട്ടത്തിയുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ദത്തുപുത്രിയെ കൊണ്ടുവന്നേക്കുന്നു. നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ ഒരു തരി പോലും ആ നശിച്ച ജന്തുവിന്റെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.